വൈൽഡ് കാർഡ് എൻട്രിയിലൂടെ കയറിയ മസ്താനി വലിയൊരു കുഴപ്പമില്ലാത്തൊരു പ്ലെയർ ആണല്ലേ. പക്ഷേ ഈ ഒരു കുഴപ്പമില്ലാത്തൊരു പ്ലെയർ വൻ പ്ലാനിങ്ങോടുകൂടിയാണ് ബിഗ് ബോസ് സീസൺ 7 വന്നിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് തോന്നി, അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ? കാര്യം ഈ പറയുന്ന മസ്താനിക്ക് ഓൾറെഡി അറിയാവുന്ന ഒരാളാണല്ലേ രന ഫാത്തിമ. പക്ഷേ ഈ രന ഫാത്തിമ ബിഗ് ബോസിലൂടെ എത്തരത്തിലുള്ള ആൾക്കാർക്ക് മുമ്പിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ ആൾക്കാർ രന ഫാത്തിമയെ എങ്ങനെയാണ് ഏറ്റെടുക്കുന്നത് എന്നുള്ളൊരു കാര്യം ഓൾറെഡി മസ്താനി കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. കാര്യം ഇത്തരം ഒരു മാസത്തോളം അവരുടെ പ്ലേസും കാര്യങ്ങളും എല്ലാം ഇത്തരത്തിൽ കണ്ടു നിരീക്ഷിച്ചിരുന്ന ഒരാൾ തന്നെയാണ് ഈ പറയുന്ന മസ്താനി. അതുകൊണ്ട് തന്നെ മസ്താനിക്ക് അറിയാം ആരൊപ്പം നിന്നാൽ കയ്യടി കിട്ടും, ആരൊപ്പം നിന്നാൽ കൂലി കിട്ടും എന്നുള്ളൊരു കാര്യമൊക്കെ നല്ല തന്നെ മസ്താനിക്ക് അറിയാം. അതുകൊണ്ട് വന്നപ്പോൾ തുടങ്ങി അനുമോളുമായിട്ട് വലിയ രീതിയിലൊരു കുഴപ്പമില്ലാത്തൊരു ബോണ്ടിങ് ഉണ്ടാക്കാൻ വേണ്ടി മസ്താനി എന്നുള്ള ശ്രമിക്കുന്നുണ്ട്. എന്തിനാണെന്നുണ്ടെങ്കിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ലാസ്റ്റ് ഒരു ഇമോഷണൽ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന ഈ അനുമോളുമായിട്ടാണ്. കരയുന്നതെല്ലാം അനുമോളുടെ അടുത്താണ്. അതായത് മറ്റുള്ളവർ മുമ്പ് വെച്ച് കരയാനൊന്നും താല്പര്യമില്ല എന്നൊക്കെ മസ്താനി പറഞ്ഞിട്ട് ഇത് കരയുന്നതെല്ലാം അനുമോളുടെ അടുത്താണ്. വിഷമങ്ങളും കാര്യങ്ങളും എല്ലാം പ്രകടിപ്പിക്കുന്നതൊക്കെ അനുമോളുടെ അടുത്താണ്. ഒരു നല്ല രീതിയിലൊരു ബോണ്ടിങ് ഉണ്ടാക്കാൻ വേണ്ടി എന്തായാലും മസ്താനി ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഇന്ന് രാവിലെ അടക്കം നമുക്ക് കാണാവുന്നതാണ് കിച്ചണിൽ നിന്ന് സംസാരിക്കുന്ന സമയത്ത് നെവിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഇവിടെ ആരാണ് ഫേക്ക് ആയിട്ട് തോന്നുന്നതെന്നൊക്കെ. നെവിൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ നെവിൻ പറയുന്നുണ്ട് അനുമോളയാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ മസ്താനി പറയുന്നുണ്ട് ശരിക്കും ആരെയാണ് തോന്നിയെന്ന് പറയും, തമാശ പറയില്ല എന്നുള്ള രീതിയിൽ മസ്താനി നെവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. സോ നല്ല രീതിയിലൊരു ബോണ്ടിങ് ഉണ്ടാക്കാനുള്ള ശ്രമം നല്ല രീതിയിൽ തന്നെ മസ്താനിയുടെ സൈഡിൽ നിന്ന് ഉണ്ടാക്കുന്നുണ്ട്. അനുമോളുടെ സൈഡിൽ നിന്ന് വല്ല കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു ബോണ്ടിങ് വല്ലൊക്കെ പോകുന്നുണ്ട്. കാര്യം മസ്താനി കളിക്കുന്ന ഒരു കളി എന്ന് പറഞ്ഞാൽ ഇതാണ്, അതായത് ശത്രുവിന്റെ ശത്രു മിത്രം എന്ന് പറയുന്ന ഒരു പരിപാടിയാണ് എന്തായാലും മസ്താനി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അനുമോളും രന ഫാത്തിമയും തമ്മിൽ അത്രക്ക് നല്ലൊരു ബോണ്ടിങ്ങോ കാര്യങ്ങളോ ഒന്നും അല്ലല്ലോ. അപ്പൊ രന ഫാത്തിമയൊക്കെ എതിരായിട്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും അനുമോളിനൊപ്പം നിന്ന് കഴിഞ്ഞാൽ അത് കുറച്ചും കൂടി നല്ല രീതിയിൽ അത് ആക്റ്റീവായിട്ട് തന്നെ അവർക്ക് നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റും. അതായത് സപ്പോർട്ടിനും തനിക്ക് ഉറപ്പായിട്ടും ആളെ കിട്ടും എന്നൊരു കാര്യം മസ്താനിക്ക് എന്തായാലും അറിയാം. അനുമോൾക്ക് ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ആണോ പുറത്തുണ്ടാക്കാൻ പറ്റുന്നത് എന്ന് പറഞ്ഞാൽ പോലും ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു വലിയൊരു സാധ്യത അനുമോൾക്ക് എന്തായാലും ഉണ്ട്. അതായത് രന ഫാത്തിമ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു വെർപ്പിക്കൽ ടോർച്ചർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു രീതിയിലാണ് എന്തായാലും ആൾക്കാർക്ക് മുമ്പിലേക്ക് എന്തായാലും വന്നിരിക്കുന്നത്. അതേസമയം അനുമോളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ഇമോഷണൽ കാര്യങ്ങളും എല്ലാം ആണെങ്കിൽ പോലും ഒരു പ്ലെയർ നല്ല രീതിയിൽ വല്ല കുഴപ്പമില്ലാത്ത രീതിയിൽ അവിടെ നിന്ന് കുറച്ച് കണ്ടന്റും കാര്യങ്ങളും ഉണ്ടാക്കാൻ അവർക്ക് എന്തായാലും സാധിക്കുന്നുണ്ട്. അതായത് മസ്താനി സ്വീകരിച്ചിരിക്കുന്ന ഒരു പാത്രം ശരിക്കും പറഞ്ഞാൽ തന്നെയാണ്. ആൾക്കാർ പോലും വലിയ രീതിയിൽ സംസാരവും കാര്യങ്ങളും എല്ലാം ഉണ്ടെങ്കിൽ പോലും കരയാനുള്ള സമയത്ത് മാറി നിന്ന് കരയും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നത് ക്യാമറയുടെ മുമ്പിൽ തന്നെ ഞാൻ ചെയ്യുന്നത്. വേണമെങ്കിൽ പ്രൈവറ്റ് ആയിട്ട് മാറി നിന്ന് കരയുന്നതാണ്, പക്ഷെ ഇത് ആൾക്കാരുടെ മുമ്പിൽ കാണിക്കണം എന്നുള്ളൊരു വാശിയുള്ളത് കൊണ്ട് തന്നെ ഇത്തരത്തിൽ ക്യാമറയുടെ മുമ്പിൽ നിന്ന് കരയുന്നത്. സത്യം പറഞ്ഞാൽ എല്ലാവരും ഓരോ ഒറിജിനൽ വേർഷൻസോ കാര്യങ്ങളൊന്നും അല്ല. അനുമോളൊന്നും പറയാൻ വേണ്ട, കംപ്ലീറ്റ് അഭിനയം തന്നെയാണ്. നമുക്ക് വളരെ എവിഡന്റ് ആയിട്ട് തന്നെ കാണാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ പറഞ്ഞ മസ്താനിയും അത്തരത്തിൽ തന്നെയാണ്. അതായത് നമുക്ക് കാണുമ്പോൾ കുറച്ച് ഒറിജിനാലിറ്റിയും കാര്യങ്ങളും എല്ലാം തോന്നുമെങ്കിൽ പോലും കംപ്ലീറ്റ് പ്ലാനാണ്. അതായത് ആരുമായിട്ട് കമ്പനി അടിക്കണം അല്ലെങ്കിൽ എവിടെ വന്നിരുന്ന് കരയണം എന്നുള്ളതിനെ കുറിച്ച് നല്ല രീതിയിൽ ധാരണയുള്ള അതെല്ലാം അറിഞ്ഞ് കളിക്കുന്ന ഒരു പ്ലെയർ തന്നെയാണ് ഈ മസ്താനി. മസ്താനിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നല്ലൊരു പ്ലെയർ ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? വിജയ സാധ്യതയുള്ള ഒരു പ്ലെയർ ആണ് മസ്താനി എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ?